ശരിക്കും എന്താണ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും? അതിൽ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ 100% പ്ലേസ്മെന്റ് എന്നാണോ കേൾക്കാറുള്ളത്, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണോ? പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ് കേൾക്കാറുള്ളത് പൊതുവെ. പ്ലേസ്മെന്റ് അസിസ്റ്റൻസോ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്? 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. അതൊരു ട്രിക്കി ടേമാണ്. അതായത് ഈ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ആൾക്കാർ കാണുന്നത് ഈ 100% പ്ലേസ്മെന്റ് എന്നുള്ളത് മാത്രമേ കാണുള്ളൂ. നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് എന്ത് വേണം എന്നുള്ളത് ബേസിലാണ്. 100% പ്ലേസ്മെന്റ് ഈ അസിസ്റ്റൻസ് ആൾക്കാർ നാച്ചുറലി അത് ശ്രദ്ധിക്കില്ല. അപ്പോൾ 100% പ്ലേസ്മെന്റിൽ ആൾക്കാർ അതാണെന്ന് വിശ്വസിച്ചിട്ട് ഫർദർ ആക്ഷൻ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒരു സെൻസ് ഇല്ല. ബിഗ് ബോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനൊക്കെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ടോ? നമ്മളുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നല്ല. പക്ഷെ നമ്മൾ ആർക്കും ഒരു ഓഫറും ഇനി നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല. അതായത് പ്ലേസ്മെന്റ് അഷുറൻസ്, പ്ലേസ്മെന്റ് ഗ്യാരണ്ടി, റീഫണ്ട്, നത്തിങ്. ഇനി മുതൽ നമ്മൾ അതൊന്നും പറയില്ല. നമ്മൾ ഒരു സമയത്ത് പറഞ്ഞിരുന്നു പ്ലേസ്മെന്റ് അഷുറൻസ് ഓർ റീഫണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു ഓഫറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മൾ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരെയും പ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഓർ റീഫണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വരുന്ന ട്രെയിനീസിന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ ട്രെയിനീസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇനി ഇതെന്തോ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് എന്നുള്ള ഒരു വ്യൂയോട് കൂടിയിട്ടാണ് അവർ വരുന്നത്. അത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കും ഈ ഒരു ടൈമിൽ. മീൻസ് ഈ ഒരു ജനറേഷനിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് അൺഎംപ്ലോയ്മെന്റ്. പെട്ടെന്ന് ഈ +2 കഴിഞ്ഞവരാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിലും പെട്ടെന്ന് ഒരു ജോലി എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ PGക്ക് പോലും അല്ലെങ്കിൽ മറ്റു കോഴ്സിനൊന്നും ചേരാതെ ഈ ഷോർട്ട് ടേം കോഴ്സിനൊക്കെ വന്ന് ചേരുന്നത്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നൊരു ടാഗ് ലൈൻ കണ്ടുകൊണ്ട് കൂടെ തന്നെയാണ് അവർ വന്ന് ചേരുന്നത്. +2 കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ജോബിന് കയറണം എന്നുള്ളത് ഞാൻ പ്രൈമറി റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നമ്മളുടെ പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. കാരണം ചില ഓർഗനൈസേഷൻസ് +2 കഴിഞ്ഞവരെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ മാത്രമാണ്. ഒരു ഡിഗ്രി എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ചില ആൾക്കാരുണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുകയും ഇതിന് ശേഷം ഒരു എംപ്ലോയ്മെൻറ്റിൽ കയറുകയും പാരലായിട്ട് അവരൊരു ഡിഗ്രി ചെയ്യും. അപ്പോൾ ഒരു 3 years 4 years കൊണ്ട് അവർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന സമയം അവർക്ക് ആ ഒരു 4 years എക്സ്പീരിയൻസും ഉണ്ടാവും. അപ്പോൾ അവരുടെ സെയിം ബാച്ചിലുള്ള ഒരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവരൊരു 4 year എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ സ്കില്ലല്ലേ നോക്കേണ്ടത്. കാരണം ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം +2 പഠിച്ചു കഴിഞ്ഞ ഒരാൾ, ഫോർ എക്സാമ്പിൾ അവർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വരുന്നത് അവർക്ക് കോഡിങ് അങ്ങനെയൊക്കെ അറിയാം, അല്ലെങ്കിൽ IT ഫീൽഡിലോട്ട് കുറച്ച് അറിയാവുന്ന ഒരാളാണ്. ഇതേ സമയം വേറെ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ആർട്സ് ഫീൽഡിൽ നിന്ന് വന്ന ഒരാൾ. അപ്പൊ ഇവരെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള IT പ്രൊഫഷനിലോട്ടുള്ള ആ ഒരു കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ ആരെയായിരിക്കും കൂടുതലായിട്ടും ചൂസ് ചെയ്യുക അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട്? ടെക്നിക്കൽ സ്കില്ല് വെച്ചിട്ടാണ് എപ്പോഴും ചില ഓർഗനൈസേഷൻസ് അവരുടെ കട്ട് ഓഫ് ക്രൈറ്റീരിയ വെക്കും. അവിടെ ഡിഗ്രി മാൻഡേറ്ററി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ +2കാരൻ ഫിൽട്ടറായി പോകും. ചില കമ്പനീസ് ക്രൈറ്റീരിയ ഒന്നും തന്നെ വെക്കില്ല. നിങ്ങൾക്ക് ഈ ടെക്നോളജിയിൽ വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ കം ആൻഡ് അറ്റൻഡ് ദ ഇൻ്റർവ്യൂ. ഇതായിരിക്കും ഇവിടെ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ്. ചില ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം പറയും, ഫേസ്ബുക്കിലും ഡിഗ്രിക്ക് റിലവൻസ് ഇല്ല. അപ്പോൾ അത്രയും വലിയ MNCയിൽ ഫേസ്ബുക്കിന് പോലുള്ള MNCയിൽ ഡിഗ്രിക്ക് റിലവൻസ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള 50 പേരോ 100 പേരോ ഉള്ള കമ്പനിയിൽ ഡിഗ്രി മസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അത് ഓരോ ഓർഗനൈസേഷൻ്റെ കൾച്ചറിനനുസരിച്ചിട്ടായിരിക്കും ഡിഗ്രിയും അതുപോലുള്ള കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഹാർഡ് വർക്കിനെക്കാട്ടിലും കൂടുതലായിട്ട് സ്കില്ലാണ് എല്ലാവർക്കും വേണ്ടത്. സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ IT പ്രൊഫഷൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഉണ്ടാവും. നോക്കൂ, നമുക്കെല്ലാം ലൈഫിൽ സ്കില്ലുണ്ട്. അപ്പോൾ നമ്മളുടെ സ്കില്ലെന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ സ്കില്ലുണ്ട്, പ്രോഗ്രാമിങ്ങിൽ താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് പ്രോഗ്രാം ആവാൻ പറ്റില്ല. അപ്പോൾ പ്രോഗ്രാമർ ആവാൻ വേണ്ടിയിട്ടുള്ള സെർട്ടൈൻ സ്കിൽ സെറ്റ് ഉണ്ട്. ആ സ്കിൽ സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ പ്രോഗ്രാമർ ആവാൻ പറ്റുള്ളൂ. അത് അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മളുടെ അടുത്താണെങ്കിൽ നമുക്കതിനൊരു പ്രോഗ്രാമുണ്ട്. അതിൽ അവർ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും അവർക്കൊരു പ്രോഗ്രാമർ ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പലപ്പോഴും ഒരു ജോലി കിട്ടണം എന്നുള്ളൊരു ആവശ്യം കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു ട്രെയിനിങ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പകുതി വഴിയാകുമ്പോൾ അവർ റിയലൈസ് ചെയ്യും ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ അവരത് പകുതി വഴി ഡ്രോപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തി
ഇയാൾക്ക് ഇത് ഫിറ്റ് ആവോ, ഇയാൾക്ക് ഇതിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. സാറ് പറഞ്ഞു തരുന്നത് ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു IT ഫീൽഡിൽ നമുക്ക് കയറി പറ്റാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഈ സ്കിൽസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. ശരി, ഓക്കെ.